നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നോക്കൂ, ഒരാൾ 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്തു നിന്ന് എത്ര ദൂരെയാണ്? ഇങ്ങനെ ദിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഉണ്ടോ? ഒരാൾ 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം നമുക്ക് എന്നാലും ഇവിടെ നിന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പോയിന്റ്, ഈ പോയിന്റ്, ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, അങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഒരാൾ 6 മീറ്റർ തെക്കോട്ട്, തെക്ക് ഭാഗം ഇതല്ലേ, തെക്കോട്ട് 6 മീറ്റർ ഇങ്ങനെ സഞ്ചരിക്കുന്നു. 6 മീറ്റർ സഞ്ചരിച്ച ശേഷം 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. കിഴക്ക് ഇതല്ലേ, അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വേണം, കിഴക്ക് ഇത്, കിഴക്കോട്ട് 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. 8. അങ്ങനെ ആയാൽ ഇപ്പോൾ അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ്? യാത്ര ആരംഭിച്ച ഇവിടെ അല്ലേ, ഈ പോയിന്റിൽ നിന്നും ഇയാൾ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ് അല്ലെ, ഈ പോയിന്റിൽ നിന്നും ഈ ദൂരം അല്ലേ അയാൾ നിൽക്കുന്ന ദൂരം, ഇത് അല്ലെ, ഈ ദൂരം. അപ്പൊ ഈ ദൂരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് എന്തിന്റെ ആകൃതിയാണ്? ഒരു മട്ടത്രികോണം അല്ലേ? മട്ടത്രികോണമാണ് അല്ലേ? അപ്പം മട്ടത്രികോണത്തിന്റെ ഇത് ഏതാണ്? കർണമാണ്. മട്ടത്രികോണത്തിന്റെ കർണമാണ്. അങ്ങനെ കണക്കാക്കിയാലോ? പൈതഗോറസ് സിദ്ധാന്തം ഇല്ല, പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം ഏതാണ്? കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കർണം എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം എത്രയാണ്? 8 സ്ക്വയർ പ്ലസ് ഈ ലംബം ഇതാണ് അല്ലെ, ലംബം എത്രയാണ്? 6 സ്ക്വയർ. ഇങ്ങനെയുണ്ട്. അപ്പൊ എത്ര എഴുതും? 8 സ്ക്വയർ എത്രയാണ്? റൂട്ട് ഓഫ് 64 പ്ലസ് 6 സ്ക്വയർ എത്രയാണ്? 6 സ്ക്വയർ 36. അപ്പം 64 36 കൂടെ കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് 100 കിട്ടും. അപ്പൊ എത്രയാണ്? 100ന്റെ വർഗ്ഗമൂലം 10. അപ്പോൾ 10 മീറ്റർ എന്ന് കിട്ടി നമുക്ക്. ഏത്? ഈ കർണമല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നതും കർണം ശരിയല്ലേ, അത് 10 മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി. 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച് 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അയാൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര ദൂരെയാണ്? ഇവിടെ നിന്ന് ഈ ദൂരം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് 10 മീറ്റർ ആണ്, ഇത് 6, ഇത് 8. കണ്ടോ? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ റൂട്ടോ. അപ്പം 100 കിട്ടി, 100ന്റെ വർഗ്ഗമൂലം 10. അപ്പോൾ ഈ ദൂരം 10 കിട്ടി, അയാൾ 10 മീറ്റർ അകലെയാണ് ഇപ്പോൾ. ഇതാണ്, ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.